ഹലോ ഗൈസ്, നിങ്ങൾ ഫോൺ മേടിക്കാൻ പോകുമ്പോൾ മസ്റ്റിലി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏത് റാം ടൈപ്പ് ആണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ട്, നിങ്ങൾ ആരും ചോദിക്കാത്തൊരു കാര്യമാണ് UFS സ്റ്റോറേജ്. ആർക്കും അറിയത്തുമില്ല ഇതിനെക്കുറിച്ച്. ഒരു കമ്പനിക്കാരും അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് UFS സ്റ്റോറേജ്. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫോൺ എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുമ്പോൾ അത് ലാഗ് ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക. കാരണം ഇപ്പോൾ റാമിന്റെ പ്രൈസ് ഒക്കെ ഹൈക്ക് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് റാമിന്റെ പ്രൈസ് കൂടിയുണ്ട്. ഫോണിനൊക്കെ ഭയങ്കര 30,000 രൂപ റേഞ്ച് വിൽക്കുന്ന ഫോൺസിന് പോലും 6GB റാം എന്ന് പറയുമ്പോൾ 2026 നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ദയനീയമായിട്ട് തോന്നുന്നു. കാരണം റാമിന്റെ പ്രൈസ് കൂടി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഫസ്റ്റില് ഏത് ടൈപ്പ് റാം ആണ് യൂസ് ചെയ്തേക്കുന്നത് നോക്കും. പല ടൈപ്പ് ഉണ്ട്. DDR4X റാം ഉണ്ട്, DDR5 ഉണ്ട്, 5X റാം ഉണ്ട്. ഇതിൽ ഏത് എടുക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ നോക്കി വേണം എടുക്കാൻ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഫസ്റ്റില് ഞാൻ പറയുന്ന റാം ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റ് ഫോണുകളിൽ യൂസ് ചെയ്യുന്ന റാമാണ് DDR4 4X റാം. ഇപ്പൊ അതൊരു മിഡ് റേഞ്ച് ഫോണുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ റാമിന്റെ ഹൈക്ക് കാരണം സ്പീഡ് ഒരു ആവറേജ് ആണ്, പിന്നെ ബാറ്ററി എഫിഷ്യന്റ് ആവറേജ് ആണ്, പിന്നെ ഗെയിമിങ്ങും ഒരു ആവറേജ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു റാം DDR4X റാമിന് അപ്പർ വേർഷൻ നോക്കാം, DDR5 റാമിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ DDR5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡ് റേഞ്ച് ഫോണുകളാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം സ്പീഡാണ്, ഫാസ്റ്റർ ആണ്, ബാറ്ററി എഫിഷ്യന്റ് ആണ്, ഗെയിമിങ് ബെറ്റർ ആണ് വരുന്നത്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയർ ഫോൺസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് DDR5X റാം. DDR5X റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് ആയിരിക്കും വരുന്നത്, പിന്നെ ബാറ്ററി ഹൈ എഫിഷ്യന്റ് ആയിരിക്കും വരുന്നത്, പിന്നെ ഗെയിമിംഗ് പെർഫോമൻസും ബെസ്റ്റ് തന്നെ ആയിരിക്കും വരുന്നത്. കാരണം ഈ മൂന്ന് കാര്യത്തിൽ ഇതൊക്കെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിൽ വെക്കുന്നതാണ് ഈ DDR5X റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ അവസാനം ഞാൻ ഏതാണ് ബെറ്റർ എന്ന് പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റോറേജ്, നിങ്ങൾ 120GB ഉണ്ട്, 256GB ഉണ്ട്, 512GB ഉണ്ട്. നിങ്ങൾ സ്റ്റോറേജ് കൂടുതൽ എടുക്കും. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സൽ ഫ്ലാഷ് സ്റ്റോറേജ് എന്ന് പറയും. ഈ UFS സ്റ്റോറേജ് നോക്കി എടുക്കണമെന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫോണിൽ തന്നെ നിങ്ങൾ ഡേറ്റ വേറൊരു ഫയലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പോലും UFS സ്റ്റോറേജ് സ്ലോ ആയിട്ടുള്ളതിനകത്ത് സ്ലോ ആയിട്ടേ കാണിക്കത്തുള്ളൂ. ഗെയിം ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലോഡ് ആവാൻ വേണ്ടി UFS സ്റ്റോറേജ് യൂസ് ചെയ്യും. അത് കുറഞ്ഞ UFS ആണെങ്കിൽ നിങ്ങളുടെ ലോഡിങ് എത്ര വലിയ പ്രോസസ്സറാന്ന് പറഞ്ഞാലും അത് സ്ലോ ആയിട്ടേ ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ UFS അവിടെ മാൻഡേറ്ററി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഫ്യൂച്ചറിൽ അത് വരുമ്പോഴത്തേക്ക് ഫോൺ ലാഗ് ആവാനും ഹാങ് ആവാനും സാധ്യത. പലരുടെ ഫോൺ 8GB റാം ഉണ്ട്, പക്ഷെ സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിന്റെ കാരണം UFS സ്റ്റോറേജ് കുറവാണ്. ഫസ്റ്റ് പറയുന്നത് UFS 2.2 സ്റ്റോറേജ് ആണ്. 2.2 സ്റ്റോറേജിൽ സ്പീഡ് വളരെ കുറവായിരിക്കും, ഫയൽ ട്രാൻസ്ഫറിംഗ് സ്പീഡ് വളരെ സ്ലോ ആയിരിക്കും, പിന്നെ ഗെയിം ലോഡിങ്ങും വളരെ സ്ലോ ആയിരിക്കും വരുന്നത്. ഇത് യൂസ് ചെയ്യുന്ന മിഡ് റേഞ്ച് അല്ലെങ്കിൽ ലോ മിഡ് റേഞ്ച് ഫോൺസിലാണ് UFS 2.2 സ്റ്റോറേജ്. ഇപ്പോഴത്തെ മിഡ് റേഞ്ച് ഫോണുകൾ അത് കണ്ടു തുടങ്ങുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക. പിന്നെ UFS 3.1 സ്റ്റോറേജ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആണ്. അത് ഫാസ്റ്റർ ആയിരിക്കും, ഫയൽ ട്രാൻസ്ഫറിംഗ് സ്പീഡ് ഫാസ്റ്റർ ആയിരിക്കും, ഗെയിം ലോഡിങ്ങും ഫാസ്റ്റർ ആയിരിക്കും. ഇത് മിഡ് റേഞ്ച് അല്ലെ ഹൈ മിഡ് റേഞ്ച് ഫോൺസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UFSന്റെ 4.0 ആണ്. 4.0 സ്പീഡ് ഫാസ്റ്റർ ആണ്, ഫയൽ ട്രാൻസ്ഫറിംഗ് സ്പീഡ് വെരി ഫാസ്റ്റർ ആണ്, പിന്നെ ഗെയിം ലോഡിങ് വെരി ഫാസ്റ്റർ ആണ് വരുന്നത്. ഇത് മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഹയർ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിൽ യൂസ് ചെയ്യുന്നുണ്ട്, മിഡ് റേഞ്ച് ഫോൺസിൽ യൂസ് ചെയ്യുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ UFS 4.1 ആണ്. 4.1ഉം 4.0ഉം തമ്മിൽ കുറച്ച് ഡിഫറൻസ് വരുന്നുള്ളൂ. ഹയർ ഫാസ്റ്റർ ആണ് വരുന്നത്, വെരി ഫാസ്റ്റർ ആണ് വരുന്നത്. ഫയൽ ട്രാൻസ്ഫറിംഗ്, ഗെയിം ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഫാസ്റ്റർ ആണ് വരുന്നത്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിൽ യൂസ് ചെയ്യുന്നതാണ് UFS 4.0ഉം 4.1ഉം. ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DDR5X റാം UFS 4.0 അല്ലെങ്കിൽ 4.1 എടുക്കാനാണ് ഞാൻ പറയുന്നത്. കാരണം ഈസ് എ ബെറ്റർ ചോയ്സ് എന്ന് പറയും. കാരണം ഫാസ്റ്റർ ആണ്, ബെറ്റർ ആണ്. ഇത് മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ എടുക്കാൻ പറയുന്ന DDRന്റെ റാമും UFS സ്റ്റോറേജും. ഇത്രയൊക്കെയുള്ള പറയാം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക. ബൈ.